do you know who painted this picture? Mother said to her friends, do you know who painted this picture? ഇതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് ഫോം ഇത്രയേ ഉള്ളൂ. Mother asked her friends whether they knew who had painted that picture. ആൻസറിലേക്ക് എങ്ങനെയാണ് എത്തിയത്? നമുക്കറിയാം, ഡു യു നോ ഹു പെയിൻറ്റഡ് ദിസ് പിക്ചർ എന്നുള്ള ക്വസ്റ്റ്യനുള്ള ഉത്തരം ഐദർ യെസ് അല്ലെങ്കിൽ നോ ആണ്. അപ്പോൾ ഇറ്റ് ബിലോങ്സ് ടു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കാറ്റഗറി. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ലിങ്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്? വെദർ. നമുക്ക് ഇഫ് ആയാലും ഉപയോഗിക്കാം. ഇനി ഇതിലുള്ള വെർബ് ഫോംസ് ഏതൊക്കെയാണ്? ഡു പ്ലസ് നോ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ചേഞ്ചസ് ടു സിമ്പിൾ പാസ്റ്റ് ടെൻസ്, അതാണ് റൂൾ. സോ നമ്മൾ നോ എന്നുള്ളത് ന്യൂ ആക്കി. ഓക്കെ, ലിസ്ണേഴ്സ് ആരാണ്? ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് നമ്മൾ പ്രൊനൗൺ യു എന്നുള്ളത് ദേ ആക്കി. അതുപോലെ തന്നെ നമുക്ക് ഉള്ള നെക്സ്റ്റ് ഒരു വെർബ് ഫോം അവിടെ കിടക്കുന്നതാണ് പെയിൻറ്റഡ്. ഈവൻ നമുക്ക് ആ പാസ്റ്റ് ടെൻസ് ഫോം ആസ് ഇറ്റ് ഈസ് റീറ്റെയിൻ ചെയ്യാൻ വേണമെങ്കിൽ, ഇല്ല എങ്കിൽ പാസ്റ്റ് ടെൻസിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റാം. സോ ഹാഡ് പെയിൻറ്റഡ് ആക്കി മാറ്റാം, ഓർ യു ക്യാൻ റീറ്റെയിൻ ആസ് ഇറ്റ് ഈസ് ആസ് പെയിൻറ്റഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഫോം ചേഞ്ച് ചെയ്ത് നോർമൽ സെൻറ്റൻസിൻ്റെ സ്റ്റൈലിൽ ദേ ന്യൂ എന്നുള്ള, വെദർ ദേ ന്യൂ എന്നുള്ളത്, ദാറ്റ് മീൻസ് സബ്ജക്റ്റ് ദേ ആദ്യം വെച്ചു എന്നിട്ടാണ് വെർബ് വെച്ചിരിക്കുന്നത്. ദാറ്റ്സ് ദ സ്റ്റൈൽ ഓഫ് എ നോർമൽ സെൻറ്റൻസ്. ആ രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ക്വട്ടേഷൻസ് എല്ലാം റിമൂവ് ചെയ്ത്, ക്വസ്റ്റ്യൻ മാർക്ക് റിമൂവ് ചെയ്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി മറ്റൊരു പ്രൊനൗൺ കിടക്കുന്നത് ദിസ് ആണ്. ദിസ് എന്നുള്ളത് ദാറ്റ് ആയി മാറും, റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ അത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ.